പക്ഷേ ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാടിൻ്റെ ഉള്ളിൽ പുലിയൊക്കെ ഇരിക്കുന്നതാണ്. ഭയങ്കര പുലി ഗൈസ്, പുലി മലമ്പാമ്പ് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്തൊരു കരടിയുണ്ട്, കിണക്കാൻ സാധനമുണ്ട്. അടിപൊളി സാധനം അല്ലേ? പെരടിയിലടിച്ചതുകൊണ്ട് ഗൈസ് എല്ലാവർക്കും മല്ലൂർ റാപ്പറുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഫാമിലി വ്ളോഗാണ് കേട്ടോ. ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു പഴനി യാത്ര ചെയ്യാൻ പോകണം. കുറേ നാളായി വിചാരിക്കണേ. അപ്പോൾ ഇന്ന് മാല ഇടാൻ പോവാണ് അമ്പലത്തേക്ക്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലിതേ ചേട്ടനും അമ്മയൊക്കെ നടന്ന് പോകുന്നുണ്ട്. അച്ഛൻ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ മാല ഇട്ടിട്ട് വരാം ഗൈസ്. അപ്പം അമ്പലത്തിലേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൈസ് അപ്പോൾ മാല ഇടാൻ വേണ്ടിയിട്ട് നമ്മളിത് അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ചേട്ടനും അമ്മയും ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ നമ്മുടെ ആങ്ങണ്ടിയൂരത്തെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. വടക്കഞ്ചേരി അമ്പലത്തിൽ നമ്മൾ വന്നിട്ടുള്ളത് ഗോവിലിംഗൽ അമ്പലം എന്ന് പറയും. അപ്പോൾ മാലയിടൽ കാര്യങ്ങളൊക്കെ കാണാം ഗൈസ്. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പോവാം. കമാൺ. ചാടി കിടക്കട്ടെ. ഇവര് പറയണ്ട എന്ത് പറയും, സ്വാമീനെ ശരണം പ്രാപിക്കുക തന്നെയുള്ള. അയ്യോ നന്നായിട്ട്. എല്ലാവരും ശരണം വിളിച്ചിട്ട് ഇട്ടോളൂ. ഇതില് ഭസ്മം കാണാം കേട്ടോ. സ്വാമി ഹര 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 എവിടെ? ഓക്കെ. മാല ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ചെറിയൊരു വഴിപാടുണ്ട്. കുറച്ച് വീടുകളിൽ കയറിയിട്ട് വേണം നമുക്ക് പണിയിലേക്ക് എത്തണമെങ്കിൽ. അപ്പോൾ കുറച്ച് ഭിക്ഷാടനം ചെയ്യണം. അല്ലമ്മേ പ്ലേറ്റ് അടി കൊടുക്ക്. ഗൈസ് അങ്ങനെ വീടുകളിൽ കയറിയിട്ട് നമ്മൾ അവസാനം നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഏകദേശം ഒരു സമയത്രേ ഇപ്പോൾ 10:30 സമയം. ഏകദേശം ഒരു 4:30 കഴിയുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും പഴനിക്ക്. അപ്പോൾ ഇന്ന് ഫാമിലി വ്ളോഗ് ഞാൻ പറഞ്ഞില്ല നേരത്തെ തന്നെ. അപ്പോൾ ഫാമിലി ആയിട്ടാണ്. അപ്പോൾ ഞാൻ അച്ഛനും അമ്മയും ചേട്ടനും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നമ്മൾ പോകാൻ പോണത്. അപ്പോൾ നമുക്ക് ഇനി എന്താ പറയുക, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കാര്യങ്ങളും യാത്രകളും ഒക്കെ കാണാം ഗൈസ്. അപ്പോൾ എന്തായാലും പഴനി ട്രിപ്പ് ഗൈസ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാറായി. വീടടച്ചിട്ട് ഡാഡി ഡേ അപ്പുറത്തോടെ വരുന്നുണ്ട്. എവിടെ
കാണാനില്ല. എല്ലാവരോടും ഞാൻ എത്ര പറഞ്ഞില്ലേ പോലെ. അപ്പോൾ ഹരോ ഹര ഹരോ ഹര. ഹരോ ഹര. കേറിക്ക. അപ്പാ എവിടെ? ഞാൻ എൻ്റെ സ്കൂബിക്കുട്ടനോട് യാത്ര പറയട്ടെ. സ്കൂബിക്കുട്ടനെ നമ്മുടെ നിതീഷ് ഗാനോട് നോക്കാൻ പറഞ്ഞിട്ടുള്ളേ. സ്കൂബി സ്കൂബി മാം പോട്ടെ. പോയിട്ട് വരട്ടാ. പയണിക്ക് പോയിട്ട് വരട്ടെ. കള്ളി പോട്ടെ. കള്ള പോട്ടെ. അവിടെന്നാ പോട്ടെ. ടാറ്റാ ടാറ്റാ. ചെക്കൻ മനസ്സിലായിട്ടൊന്നുമില്ല കേട്ടോ. ഇന്ന് രാത്രി ഇവിടെ ലൈറ്റില്ലാണ്ടാകുമ്പോൾ പണി പാടാം. ആരും കാണാണ്ടാകുമ്പോൾ. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ഒരു ദിവസത്തെ ഗ്യാപ്പല്ലേ ഉള്ളൂ. പോയിട്ട് വരാം. ഞാൻ വണ്ടിയിൽ കയറാൻ പോകണം. പറഞ്ഞാ പോലെ അപ്പൊ പോവാ നമുക്കല്ലേ. എനിക്ക് തോന്നുന്നു നമ്മള് നമ്മുടെ കുടുംബമായിട്ട് 4 പേരും പോണ ആദ്യത്തെ യാത്ര തോന്നുന്നല്ലേ. അല്ലേ? അല്ല എന്നാലും നമ്മളിങ്ങനെ നമ്മളായിട്ട് ഇങ്ങനെ പോയിട്ടില്ല. എല്ലാവരും പോയിട്ടുണ്ട്. ഇപ്പൊ അല്ലെന്നാ ഞാൻ വണ്ടി എടുത്താ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട. അപ്പാ അയ്യോ. അപ്പോൾ ഗൈസ് വീട്ടിൽ നിന്ന് ഇറങ്ങി. നമുക്ക് ഇനി എന്തായാലും ഉറങ്ങിയ ഗൈസ്. ഇപ്പോൾ സമയം 4 മണി. എല്ലാവരും കുളി കഴിഞ്ഞ്, അമ്മക്ക് കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറി തുടങ്ങി. ഞാനത് കുളിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. 5 മണിക്ക് ഉണ്ടാ പഴനിയിൽ നട തുറക്കാം. അപ്പോൾ നട തുറക്കുമ്പോഴേക്കും നമുക്ക് അവിടേക്ക് എത്തണം. അപ്പോൾ ഗൈസ് ഞാൻ കുളി കഴിഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടെ പോയിട്ട് കാണാം. ശരി ഗൈസ്. ഞങ്ങൾ റൂമിൽ നിന്ന്
അങ്ങോട്ട് നടക്കാൻ പോകട്ടെ. അപ്പോൾ പഴനിമല കയറാൻ പോണി ഞങ്ങ. ചേട്ടൻ്റെ റൂം പൂട്ടിയിട്ട് വരുന്നു അമ്മ അച്ഛന്. പഴനിമല കയറില്ല അപ്പൊ അമ്മ ഹരോഹര. ഏത് സമയമായോണ്ട് കടകളൊക്കെ തുറന്ന് വരുന്നുള്ളൂ കേട്ടോ. എവിടെ കാണാണ് പഴനിമല മേലെ കണ്ട. നമ്മൾ മലയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മളെ റൂം കിട്ടിയിട്ടുള്ളത്. ഇതാണ് സ്വാമീനെ. ഇല്ല പേടിച്ച് ഞാൻ നമ്മ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവർ നമ്മളെ വന്ന് പൈസ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ പൈസ ഇല്ല, അതുകൊണ്ട് കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഗൈസ് നമ്മൾ കയറാറായിട്ടാ. ഇതാണ് പഴനിമലയുടെ ഫ്രണ്ട്. ഇവിടെ ഞങ്ങളുടെ ഉള്ളിലേക്കാണ് കയറാനായിട്ട്. ഞങ്ങള് മേലേക്ക് കയറാൻ വേണ്ടി പോകണ്ട. അങ്ങനെ കയറി തുടങ്ങിയിട്ട മല. മുട്ടൂത്തിട്ടൊക്കെ ആളുകൾ കയറണട്ടാ. എൻ്റെ ദൈവമേ, നമുക്കൊന്നും ഒരിക്കലും പറ്റില്ല മുട്ടൂത്തിട്ടൊന്നും കയറാൻ. അമ്മക്ക് അവിടെ റെസ്റ്റ് ചെയ്തിരിക്കട്ടെ. കുറച്ച് പടി കയറുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ക്ഷീണായി. അമ്മയച്ഛനും ചേട്ടൻ അമ്മയച്ഛനൊപ്പം കൂടുന്നു. ഞാൻ പതുക്കെ വെച്ചലിക്ക് മേലേക്ക് പോയി. ഗൈസ് പഴനി വൈബ്. ഗൈസ് ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയുണ്ട. പഴനിമല ഉരുണ്ടിട്ട് കയറണമെന്ന് കണ്ടുണ്ട. ഞാൻ ഗൈസ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കാണട്ടോ പഴനിമല ഉരുണ്ട് കയറണേ. ക്ഷീണായ
ഗൈസ് നമ്മൾ മേലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. നടന്ന് നമ്മൾ മേലേക്ക് എത്തി. അമ്മയച്ഛനൊക്കെ വരുന്നുള്ളൂ. ചടം കയറി സിമ്പിളായി എത്തിയില്ലേ? വാ വേലനക്ക് ഹരോഹര. പെട്ടെന്ന് തന്നെ എത്തിയിട്ട് നമ്മ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുന്നില്ല. നമ്മൾ താഴ്ന്ന് നോക്കുമ്പോൾ കാണുന്ന ലൈറ്റാണ്. അമ്മയ്ക്ക് വഴിപാടിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയേക്കാട്ടെ. ചേട്ടങ്ങനെ വെറുതെ നിൽക്കണം എല്ലാം നോക്കിയിട്ട്. എന്തെങ്കിലും പറയണ്ട, എന്തെങ്കിലും പറയടാ പ്രേക്ഷകരോട്. ചിരി മാത്രമുള്ള ഒന്നും പറയല്ല. ഓക്കെ വാവ് വണ്ടർഫുൾ. പാലൊക്കെ ഉണ്ട്. ആളുകൾ കയ്യും കാലൊക്കെ ഇട്ടിട്ട് സാധനങ്ങളൊക്കെ പോയിട്ട് ഇവിടെ ഫുള്ള് നെറ്റ് അടിച്ചിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഈ നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ വേണം ഞാൻ നോക്കാനായിട്ട്. എന്തായാലും കൊള്ളാം, സൂപ്പറായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ മുരുകനെ കാണാൻ വേണ്ടി ഇവിടെ എത്തി. ഇവിടുത്തെ സൗണ്ട് കാരണം പറയണത് ക്ലിയർ ആവുണ്ടോ എന്ന് എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഉള്ളിൽ കയറിയിട്ട് തൊഴുതിട്ട് വരാം. അപ്പോൾ ഉള്ളിൽ കയറുമ്പോൾ ക്യാമറ ഒന്നും അലൗഡല്ല. അപ്പോൾ നമ്മൾ ക്യാമറ എടുത്തേക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ഗൈസ്. മല കയറി ഞങ്ങൾ ഇറങ്ങാൻ കേട്ടോ. മുരുകനെ അടിപൊളിയായിട്ട് കാണാൻ പറ്റി. കാരണം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കാണാൻ പറ്റി. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റി. നന്നായി കണ്ടില്ലേ? സന്തോഷമായ അപ്പോൾ ഇതിനൊരു ഐതിഹ്യം ഉണ്ടല്ലേ? ഇതിനൊരു ഐതിഹ്യല്ലേ? ഒന്നൊരു ഐതിഹ്യമാണ്. അങ്ങനെയല്ലേ? അങ്ങനെ നല്ല വ്യൂ കണ്ടാ അപ്പുറത്തേക്കുള്ള കണ്ടാ അടിപൊളി.
ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. കാടിൻ്റെ ഉള്ളിൽ പുലിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര പുലി ഗൈസ്, പുലി പുലി. അവിടെ പുലിയുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാണെന്നുണ്ടെങ്കിൽ അവിടെ കുരങ്ങനൊക്കെ ഉണ്ട് ഗൈസ്. കുരങ്ങനെ ഇരിക്കുന്നുണ്ട് കണ്ട ഗൈസ്. മലയുടെ മേലെന്ന് മലമ്പാമ്പ് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്തൊരു കരടിയുണ്ട്. കിണ്ണുക്കാൻ സാധനമുണ്ട്. അടിപൊളി സാധനം അല്ലേ. പണിയിൽ വന്നിട്ട് ഇതൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഗൈസ് മല കയറി ഞങ്ങൾ ഇറങ്ങിയിട്ടാ. വേണ്ട, കച്ചവടക്കാരൊക്കെ വന്നു. ഫുൾ തിരക്കായി തുടങ്ങിയിട്ട് ഇവിടെ. നേരെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേണ്ട, സ്ലൈഡ് ഒന്നും വേണ്ട. കച്ചവടക്കാർ വന്നിട്ട് സ്ലൈഡ് വേണം. പിന്നെ ആർക്ക് കൊടുക്കുക സ്ലൈഡ് അല്ലേ? ആർക്ക് കൊടുക്കുക സ്ലൈഡ്? പാരഡിയിൽ അടിച്ചതുകൊണ്ട് ആൻ്റെ കയ്യിൽ നിന്നൊരു അനുഗ്രഹം മേടിച്ചിട്ടുണ്ടേ. ഞാൻ അതിൻ്റെ നിന്നൊരു കുറവ് വേണ്ട ഗൈസ്. പഴനി യാത്ര അങ്ങനെ കഴിഞ്ഞു. നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ എന്താ പറയുക, ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ മേലെ നിന്ന് ഇറങ്ങി സന്തോഷമായിട്ട്. അപ്പോൾ ഇനി നേരെ റൂമിൽ പോവുക, റൂം വെക്കേറ്റ് ചെയ്യുക, ഇവിടെ നിന്ന് ഇറങ്ങുക. അപ്പോൾ ഗൈസ്, ഈ പഴനി യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ടാറ്റാ ബൈ.